പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബിജെപി നേതാവ് പിടിയിൽ. പൂജപ്പുര വട്ടവള സ്വദേശി വി കെ സതീഷ് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സതീഷ് കുമാർ ബാലഗോകുലം മുൻ ജില്ലാ നേതാവാണ്. ചെങ്കളൂർ വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു. നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നൃപൻ, ഗുരുതരമായ കുറ്റമാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളാണ് ഇയാൾ. ഈ കുട്ടിക്ക് എത്ര പ്രായം വരും? എങ്ങനെ ഈ വിവരം പുറത്തറിഞ്ഞു? അന്ന സ്കൂൾ വിദ്യാർത്ഥിയായ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഈ വി കെ സതീഷ് കുമാർ ഉപദ്രവിക്കുകയായിരുന്നു. ഇത് രക്ഷകർത്താക്കളോട് കുട്ടി പിന്നീടാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷകർത്താക്കൾ പൂജപ്പുര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പൂജപ്പുര പോലീസിനെ ആദ്യം അറിയിച്ചപ്പോൾ തന്നെ ഈ സതീഷ് കുമാർ മുങ്ങി 2-3 ദിവസം സ്ഥലത്തില്ലായിരുന്നു. തുടർന്ന് ഈ സതീഷ് കുമാറിന്റെ ഭാര്യ തന്നെ ഭർത്താവിനെ കാണുവാനില്ല എന്ന പരാതിയുമായി പൂജപ്പുര സ്റ്റേഷനിൽ എത്തിയിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയത്. ഇന്ന് പൂജപ്പുര പോലീസ് ഇപ്പോൾ പ്രതിയെ വി കെ സതീഷ് കുമാറിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൂജപ്പുര സ്റ്റേഷനിലാണ് പ്രതി ഉള്ളത്. പോക്സോ നിയമപ്രകാരമാണ് കേസ്. ഇനി നടപടികൾ പൂർത്തിയാക്കി സതീഷ് കുമാറിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സതീഷ് കുമാർ ബിജെപിയുടെ സജീവ പ്രവർത്തകനാണ്. ബാലഗോകുലത്തിന്റെ മുൻ ജില്ലാ നേതാവ് കൂടിയാണ്. ഒപ്പം തന്നെ ഈ ചെങ്കളൂർ വാർഡിലെ പഴയ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. സജീവമായിട്ടുള്ള ഒരു ബിജെപി പ്രവർത്തകൻ കൂടിയാണ്. ഇപ്പോഴും സജീവമായി ബിജെപി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചത്. അത് അതീവ ഗൗരവമായി തന്നെ പോലീസ് കാണുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പോക്സോ നിയമപ്രകാരമാണ് സതീഷ് കുമാറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്ന, നൃപൻ, തുടർച്ചയായി ഈ സംഭവം ഉണ്ടായിട്ടുണ്ടോ? കുട്ടി ആ തരത്തിലുള്ള ബുദ്ധിമുട്ട് പലതവണയായി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, തുടർന്ന് ഉള്ള പോലീസ് നടപടി ഇനി എന്താണ്? അന്ന, സ്വാഭാവികമായും ഇത്തരത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. രക്ഷകർത്താക്കളാണ് ആദ്യം പരാതി നൽകിയിട്ടുള്ളത്. രക്ഷകർത്താക്കൾ മാതാപിതാക്കളോടെയാണ് ഈ കുട്ടി ഈ വിവരങ്ങൾ തനിക്ക് നേരിട്ട ലൈംഗികമായ ഉപദ്രവം വെളിപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രക്ഷകർത്താക്കൾ പൂജപ്പുര സ്റ്റേഷനിൽ ആദ്യം വിവരം അറിയിക്കുകയും അതിനുശേഷമായിരുന്നു ഫോൺ വിളിച്ചായിരുന്നു ആദ്യം വിവരം അറിയിച്ചത്. അതിനുശേഷമാണ് പരാതിയുമായി റിട്ടേൺ കംപ്ലൈന്റ് എഴുതി നൽകിയ പരാതി പോലീസിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വേഗം തന്നെ പോലീസ് സതീഷ് കുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർ നടപടി എന്ന് പറഞ്ഞാൽ ഇനി പോക്സോ നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയായിരിക്കും തുടർ നടപടി. ഇത്തരത്തിൽ ഈ സജീവമായി രാഷ്ട്രീയ രംഗത്ത് ഉള്ള, പ്രത്യേകിച്ച് ബാലഗോകുലത്തിന്റെ ജില്ലാ നേതാവാണ് സതീഷ് കുമാർ. ഇത്തരത്തിലൊരാളിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ തരത്തിലുള്ള ഗൗരവതരമായ കുറ്റമുണ്ടായുള്ള ഞെട്ടലിലാണ്. ഒപ്പം തന്നെ ഈ സതീഷ് കുമാർ ആ പ്രദേശത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. വട്ടവള എന്ന പ്രദേശത്തിന്റെ പൗരസമിതിയുടെ സെക്രട്ടറി കൂടിയാണ് ഈ സതീഷ് കുമാർ. അന്ന, അതെ, നൃപൻ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ആളാണ്. വാർഡ് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ബിജെപി നേതാവ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിൽ ബിജെപി നേതാവ് പിടിയിലായിരിക്കുന്നു. പൂജപ്പുര വട്ടവള സ്വദേശി വി കെ സതീഷ് കുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.